SDPIയുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ തനിക്ക് ലഭിച്ചെന്ന മലപ്പുറം വേങ്ങരയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഭാ കുണ്ടുപുഴയ്ക്കൽ 24 പറഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വേങ്ങരയിൽ നിന്നുള്ള MLA ആയി താനും ഉണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടിയുടേത് പോലുള്ള മാന്യമായ ഇടപെടലായിരുന്നില്ല KM ഷാജിയുടേത് എന്നും കൂടി സഭാക്ക് പറഞ്ഞു വയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് സഭാവ് കുണ്ടുപുഴയ്ക്കൽ. വേങ്ങരയിലെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. തിരഞ്ഞെടുപ്പും അതിന്റെ പ്രചരണവും വോട്ടെടുപ്പും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് താങ്കളുടെ മുഖത്തൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ അന്നും ഇന്നും ഒരേപോലെ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണ്, എൻ്റെ നാട്, എൻ്റെ വേങ്ങര, ആ വേങ്ങരക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിച്ചത്. അവരെന്നെ വിജയിപ്പിക്കുന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും LDF മൂന്നാമത്തെ ഭരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ, നിങ്ങൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയൊക്കെ തന്നെ. അതിലേക്ക് വേങ്ങരുന്ന ഒരു ഭരണകക്ഷി MLA ഉണ്ടാവും. KM ഷാജി ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലാണ് മുസ്ലിം ലീഗ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വെല്ലുവിളിയാവാനുള്ള സാധ്യതയുണ്ടോ? KM ഷാജിന്റെ അതേപോലെയുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. ഒരാളെ എകഴ്ത്ത അല്ലെങ്കിൽ അയാൾ ഇന്നൊക്കെ വളരെയധികം മോശപ്പെട്ട് നമ്മളൊന്നിനും പറ്റാത്ത ഒരാളായിട്ടാണ് അദ്ദേഹം നമ്മളൊക്കെ കാണിച്ചത്. അദ്ദേഹം ഒരു വലിയൊരാളും നമ്മൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞാലി സാഹിബിന്റെ രാഷ്ട്രീയവും KM ഷാജിന്റെ രാഷ്ട്രീയവും രണ്ടാണ്. കുഞ്ഞാലി സാഹിബിന് ഒരിക്കലും ഞങ്ങളാരും എന്താ പറയുക, അദ്ദേഹം ഒരു നല്ല തികഞ്ഞ മാന്യനാണ്. അയാൾ ആരെയും ചീത്ത പറയോ ഞാൻ ഇതുവരെ കേട്ടില്ല കുഞ്ഞാലി സാഹിബ് ആരെങ്കിലും. പക്ഷെ KM ഷാജി ഇവിടെ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. ആദ്യം എന്നെ പറഞ്ഞ് പിന്നെ കിട്ടുന്നവരെ മുഴുവനും മതനേതാക്കളെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു ശൈലി അതാണ്. പക്ഷെ അത് വേങ്ങർക്ക് പരിചിതമല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങിയത് മുതൽ കേൾക്കുന്നതാണ് SDPIയുടെ കാൻഡിഡേറ്റാണ് സഭാവ് കുണ്ടുപുഴയ്ക്കുന്നുള്ളത്. ആ ഘട്ടത്തിൽ അവരുടെ വോട്ട് വാങ്ങുന്നില്ല, അതിലാരെയും വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് നിഷേധിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ എന്താണ് പറയുന്നത്? SDPIയുടെ വോട്ടുകളൊക്കെ നിങ്ങൾക്ക് LDFന് കിട്ടിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? ഞാൻ അതിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്നോട് പറഞ്ഞത് കിട്ടാവുന്ന എല്ലാ വോട്ടുകളും സമാഹരിക്കുക. ഞാൻ വേങ്ങരക്കാരെ വോട്ടിനാണ് ചോദിച്ചത്. അതിലാരാ ചെയ്യാന്നുള്ള എനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വേങ്ങര നിങ്ങളോട് ചോദിക്കും. ഞാൻ എല്ലാവരോടും ചോദിച്ചു. ഇവിടുത്തെ ചെറിയ കുട്ടികൾ മുതൽ കർഷക തൊഴിലാളി മുതൽ ഇവിടുത്തെ വലിയ ധനാഢ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ, അവർ വോട്ട് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് കക്ഷിയാന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉണ്ടായിരുന്ന അതേ ആത്മവിശ്വാസം ഈ വോട്ടെടുപ്പ് കഴിയുന്ന സമയത്തും അദ്ദേഹത്തിനുണ്ട്. ആ സമയത്ത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില ഉറപ്പുകൾ അത് പാലിക്കാൻ തയ്യാറായിട്ടാണ് താൻ ഇരിക്കുന്നത്. വേങ്ങരയിൽ നിന്ന് ഭരണകക്ഷി MLA ഉണ്ടാവും. ഭരണകക്ഷി MLA എന്ന് പറയുമ്പോൾ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുമ്പോൾ ഭരണകക്ഷിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു MLA വേങ്ങരയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഈ സമയത്തും അദ്ദേഹം പറയുന്നത്. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗൂഗിൾ K വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.